ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 ഇംഗ്ലീഷിൻ്റെ യൂണിറ്റ് 7 ടോപ്സി ടർവി ലാൻഡ് എന്ന് പറയുന്ന ലെസൺ ആണ്. ടോപ്സി ടർവി ലാൻഡ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി ലാൻഡാണ്. ഇമാജിനറി ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യത്തിൽ അങ്ങനെ ഒരു ലാൻഡ് ഇല്ല. പിന്നെന്താണ്? വെറും ഭാവനയിൽ കണ്ട ഒരു ലാൻഡാണ്, ഒരു സ്ഥലമാണ് ഏത് ടോപ്സി ടർവി ലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഈ ഇമാജിനറി ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിനെ ഇമാജിനറി ലാൻഡ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് വഴിയെ കാണാം. അപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമുക്ക് ലെസണിലേക്ക് പോവാം. അപ്പോൾ ലെസണിലേക്ക് ഇതൊരു പോമാണ്. ഈ പദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. ഹാവ് യു എവർ ത്രോൺ യുവർ സ്കൂൾ ബാഗ് ഓൺ യുവർ ബെഡ്? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ സ്കൂൾ ബാഗ് സ്കൂളിൽ നിന്ന് വന്നിട്ട് ബെഡിലേക്ക് വെറുതെ എറിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? ഹാവ് യു എവർ ലെഫ്റ്റ് യുവർ ഷൂസ് ആൻഡ് സോക്സ് ഹിയർ ആൻഡ് ദെയർ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഷൂവും സോക്സും ഒക്കെ അവിടെ ഇവിടെ ഷൂറാക്കിലൊന്നും വെക്കാതെ അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ പ്ലേഡ് വിത്ത് യുവർ ബോൾ ഇൻ യുവർ റൂം? നിങ്ങൾ റൂമിനകത്ത് ബോളിട്ട് കളിച്ചിട്ടുണ്ടോ? അമ്മ വഴക്ക് പറയല്ലേ, അതേ മുട്ടു ഇതേ മുട്ടു എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കത്തില്ലേ? അപ്പം അങ്ങനെ നിങ്ങൾ റൂമിനകത്ത് ബോളിട്ട് കളിച്ചിട്ടുണ്ടോ? ഡസ് യുവർ റൂം സംടൈംസ് ലുക്ക് ലൈക്ക് ദിസ്? എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങളുടെ മുറി ഇതുപോലെ ആയിരിക്കുമോ? മോസ്റ്റ് കേസസ് അല്ലേ, അമ്മമാരുടെ ശ്രദ്ധ വന്നില്ലെങ്കിലെല്ലാം നമ്മുടെയൊക്കെ റൂം ഇങ്ങനെയായിരിക്കും. അമ്മമാരെ പേടിച്ചിട്ടാണ് നമ്മളിതൊക്കെ കറക്റ്റായിട്ട് പല സ്ഥലത്ത് വെക്കേണ്ടിടത്തൊക്കെ വെക്കുന്നത്. നൗ റീഡ് അബൌട്ട് വൺ സച്ച് അപ്സൈഡ് ഡൗൺ ലാൻഡ്. ഇങ്ങനെ ഉള്ള ഒരു അപ്സൈഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ? തല കുത്തി നിൽക്കുന്ന സ്ഥലം. അതെന്ത് സ്ഥലമാണ്? സ്ഥലം തലകുത്തി നിൽക്കുവാണോ? നോക്കാം നമുക്ക്. The people walk upon their heads. The sea is made of sand. The children go to the school by night in topsy-turvy land. The people walk upon their head. ആൾക്കാരെങ്ങനെ ഇങ്ങനെ തലകുത്തിയാണ് നടക്കുന്നത്. കൊള്ളാം അല്ലേ? The people walk upon their heads. The sea is made of sand. പിന്നെന്താ പറയുന്നത്? നമ്മൾ കടൽ എന്തുകൊണ്ടുള്ള? വെള്ളം കൊണ്ടാണ്. പക്ഷേ കടൽ മണൽ കൊണ്ടുള്ള കടലാണ്. ദ ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ബൈ നൈറ്റ്. കുട്ടികൾ എവിടെയാണ് പോകുന്നത്? സ്കൂളിൽ പോകുന്നത് എപ്പോഴാണ്? രാത്രിയിലാണ്. ഇൻ ടോപ്സി ടർവി ലാൻഡ്. ടോപ്സി ടർവി ലാൻഡിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. എങ്ങനെയൊക്കെയാണ്? ആളുകൾ തലകുത്തിയാണ് നടക്കുന്നത്. കടലെല്ലാം മണൽ കൊണ്ടാണ്. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് രാത്രിയിലാണ്. വളരെ വണ്ടർഫുൾ ആയിരിക്കുന്നു അല്ലേ? ഇൻ ഫ്രണ്ട് ഡോർ സ്റ്റെപ്പ് ഈസ് അറ്റ് ദ ബാക്ക്. യു ആർ വാക്കിംഗ് വെൻ യു സ്റ്റാൻഡ്. യു വെയർ യുവർ ഹാറ്റ് അപ്പോൺ യുവർ ഫീറ്റ് ഇൻ ടോപ്സി ടർവി ലാൻഡ്. ഇനി ടോപ്സി ടർവി ലാൻഡിൻ്റെ മറ്റു ചില പ്രത്യേകതകളാണ് പറയുന്നത്. ദ ഫ്രണ്ട് ഡോർ സ്റ്റെപ്പ് ഈസ് അറ്റ് ദ ബാക്ക്. ഇത് ഫ്രണ്ട് ഡോറിലെ സ്റ്റെപ്പുകളെല്ലാം എവിടെയാണ്? വീടിൻ്റെ പിറകുവശത്തായിട്ടാണ്. അത് കൊള്ളാം അല്ലേ? യു ആർ വാക്കിംഗ് വെൻ യു സ്റ്റാൻഡ്. നിങ്ങൾ നിൽക്കുമ്പോഴൊക്കെ നടക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ നിൽക്കാറില്ല, നടക്കുകയാണ്. യു വിയർ യുവർ ഹാറ്റ് അപ്പോൺ യുവർ ഫീറ്റ്. നിങ്ങളുടെ കാലിന് മുകളിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ഹാറ്റ് വെച്ചിരിക്കുന്നത്. ഇൻ ടോപ്സി ടർവി ലാൻഡ്. ടോപ്സി ടർവി ലാൻഡ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതൊരു ഇമാജിനറി ലാൻഡ്, ഒരു ഭാവനയിലുള്ള സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. And buses on the sea you will meet, while pleasure boats are planned to travel up and down the streets if topsy turvy land. ഇനി ബസ്സസ് ഒക്കെ നിങ്ങൾ എവിടെയാണ് കാണുന്നതെന്ന് അറിയുമോ? ഇങ്ങനെ കടലിനകത്തൂടെ പോകുന്നത് പോലാണ് കാണുന്നത്. ആൻഡ് വൈൽ പ്ലഷർ ബോട്ട്സ് ആർ പ്ലാൻഡ്. ഇനി പ്ലഷർ ബോട്ട്സ് എവിടെയാണ്? പ്ലഷർ ബോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സവാരിക്ക്, അതായത് നമ്മൾ ടൂറൊക്കെ പോകുമ്പം നമ്മൾ കയറുന്ന ബോട്ടില്ലേ, ആ ബോട്ട് എവിടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്? ടു ട്രാവൽ അപ്പ് ആൻഡ് ഡൗൺ ഇൻ ദ സ്ട്രീറ്റ്. എവിടെയാണ് ട്രാവൽ ചെയ്യുന്നത്? റോഡിലൂടെയാണ്. എവിടെ? ടോപ്സി ടർവി ലാൻഡിൽ.
അതായത് ബസ് വെള്ളത്തിലൂടെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ വെള്ളത്തിലൂടെ പോകുന്ന ബസ്സുകളുണ്ട് ഇപ്പം കേട്ടോ. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്. ടോപ്സി ടർവിൽ ഐലൻഡിൽ എല്ലാ ബസ്സുകളും വെള്ളത്തിലൂടെയാണ് പോകുന്നത്. അതുപോലെ ബോട്ടൊക്കെ എങ്ങനെയാണ് പോകുന്നത്? റോഡിലൂടെ പോകുന്നു എന്നാണ് പറയുന്നത്. യു പേ ഫോർ വാട്ട് യു നെവർ ഗെറ്റ്. ഒരിക്കലും കിട്ടാത്ത സാധനത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. ഐ തിങ്ക് ഇറ്റ് മസ്റ്റ് ബി ഗ്രാൻഡ്. പക്ഷെ നമ്മൾ എന്താണ്, നമുക്ക് സാധനമൊക്കെ കിട്ടും, പൈസ ഒന്നും കൊടുക്കണ്ട. ഫോർ വെൻ യു ഗോ യു ആർ കമ്മിങ് ബാക്ക്. നിങ്ങൾ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ചു വരുന്നതിനാണ് പറയുന്നത് ഇൻ ടോപ്സി ടർവി ലാൻഡ്. എന്താണ് പറയുന്നത്? നമ്മൾ ഒരു സാധനത്തിന് പൈസ കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടും. നമുക്ക് എന്തെങ്കിലും പൈസ കൊടുത്താൽ എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. നമ്മൾ എവിടെയെങ്കിലും പോവുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തിരിച്ചിങ്ങോട്ട് വരിക എന്നാണ് ടോപ്സി ടർവി ലാൻഡിൽ അർത്ഥമാക്കുന്നത്. ഇത് എഴുതിയ ആളാരാന്നറിയാമോ? H.E. വിൽക്കിൻസൺ. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്, നമ്മുടെ പോയിട്ട്. അപ്പോൾ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോമാണ് അല്ലേ? അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നടക്കുന്ന ഒരു ലാൻഡ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നേരെ ഓപ്പോസിറ്റായിട്ട് ചെയ്യുന്ന ഒരു ലാൻഡിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്താണ് ടോപ്സി ടർവി എന്ന് പറഞ്ഞാലെന്ന്? അപ്സൈഡ് ഡൗൺ എന്നാണ് അർത്ഥം. തലകുത്തി നിൽക്കുന്നത് എന്നാണ് അർത്ഥം. പ്ലഷർ, ഫീലിംഗ് ഓഫ് എൻജോയ്മെൻറ്റ്, സന്തോഷം എന്ന് പറയാം. ഗ്രാൻഡ്, ബിഗ്, ഗ്രേറ്റ് ഫൺ, വളരെ ഭയങ്കരമായ, രസകരമായ എന്നൊക്കെയാണ് അർത്ഥം ഗ്രാൻഡിൻ്റെ അർത്ഥം. ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. വെൻ ഡു ചിൽഡ്രൻ ഗോ ടു സ്കൂൾ ഇൻ ടോപ്സി ടർവി ലാൻഡ്. ടോപ്സി ടർവി ലാൻഡ് കുട്ടികൾ എപ്പോഴാണ് സ്കൂളിൽ പോകുന്നത്? അറ്റ് നൈറ്റ്, രാത്രിയിലാണ്. In the poem, if buses travel on the sea, then where do the boat travel? How should it ride be? നോക്കി, നമ്മൾ ബസ് സീയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ബോട്ട് ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത്. ദ ബോട്ട് ട്രാവൽ ഓൺ ദ സ്ട്രീറ്റ് ഓഫ് ടോപ്സി ടർവി ലാൻഡ്. എവിടാണ്? റോഡിലൂടെയാണ് ബോട്ട്സ് പോകുന്നത്. ദേ ഷുഡ് ട്രാവൽ ഓൺ ദ സീ. സത്യത്തിൽ ബോട്ട് എവിടെയാണ് യാത്ര ചെയ്യേണ്ടത്? സീയിലാണ്. പക്ഷേ ടോപ്സി ടർവി ലാൻഡിൽ അത് എവിടെയാണ് യാത്ര ചെയ്യുന്നത്? റോഡിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ദ ടോപ്സി ടർവി ലാൻഡ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം അവർ ലാൻഡ്. ലെറ്റ് us draw a comparison by filling the sentence wherever needed. അതായത് ഇവിടെ നമുക്ക് നമ്മുടെ ലാൻഡ്, അവർ ലാൻഡും ടോപ്സി ടർവി ലാൻഡും ഉണ്ട്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. പീപ്പിൾ വാക്ക് ഓൺ ദെയർ ഹെഡ്. ടോപ്സി ടർവി ലാൻഡിൽ എങ്ങനെയാണ്? ആൾക്കാർ തല കുത്തിയാണ് നടക്കുന്നത്. ദേ വിയർ ദ ഹാറ്റ് ഓൺ ഫീറ്റിൽ ഹാറ്റ് വിയർ ചെയ്യുന്നു. ദെൻ പീപ്പിൾ പേ ഫോർ വാട്ട് ദേ ഡോണ്ട് ഗെറ്റ്. എന്ത് സാധനം കിട്ടാത്തത് അതിന് വേണ്ടിയിട്ടാണ് പേ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണോ? ബസ്സസ് ലാൻഡിലൂടെയാണ് പോകുന്നത്, ബോട്ട് സീയിലൂടെയാണ് പോകുന്നത്. കുറേ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം ഓരോന്നും. ഓരോന്ന് നോക്കാം. പീപ്പിൾ വോക്സ് ഓൺ ദെയർ ഹെഡ്, പീപ്പിൾ വോക്സ് ഓൺ ദെയർ ഫീറ്റ്. നമ്മുടെ നാട്ടിലെങ്ങനെയാണ്? ആൾക്കാർ കാലുകൊണ്ടാണ് നടക്കുന്നത്. ബസ്സസ് സീയിലൂടെയാണ് പോകുന്നത്, നമ്മുടേത് ലാൻഡിലൂടെയാണ് പോകുന്നത് അല്ലേ? ഹാറ്റ് ഫീറ്റിലാണ് ടോപ്സി ടർവി ലാൻഡിൽ വിയർ ചെയ്യുന്നത്, ധരിക്കുന്നത്. നമ്മൾ തലയിലാണ് ധരിക്കുന്നത്. ബോട്ട്സ് സെയിൽ അറ്റ് ദ സ്ട്രീറ്റ്. ബോട്ട്സ് എവിടെയാണ്? റോഡിലൂടെയാണ് പോകുന്നത്. എവിടെ? ടോപ്സി ടർവി ലാൻഡിൽ. നമ്മുടെ അവിടെ വെള്ളത്തിലൂടെ പോകുന്നത് അല്ലേ? ദ പീപ്പിൾ പേ ഫോർ വാട്ട് ദേ ഡോണ്ട് ഗെറ്റ്. എന്താ കിട്ടണ്ടാത്ത സാധനങ്ങൾക്കാണ് അവർ, അല്ലെ കിട്ടാത്ത സാധനങ്ങൾക്കാണ് അവർ പേ ചെയ്യുന്നത് ടോപ്സി ടർവി ലാൻഡിൽ. നമുക്ക് പേ ചെയ്തെങ്കിൽ മാത്രം സാധനങ്ങൾ കിട്ടത്തുള്ളൂ. Let's learn fun with some. Pleasure, treasure, measure, wear, tear, stare, wear, plan, can, scanned, strand. Topsy turvy, hurly burly, curly whirly. ഇതൊക്കെ സൗണ്ടിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ഉറക്കെ വായിച്ച് പഠിക്കണം കേട്ടോ. The words in the sentence are jumbled here. Rearrange them to make meaningful sentence. Words that begin with a capital letter are the first word of the sentence. ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും ഓർഡറിലല്ല. ക്യാപിറ്റൽ ലെറ്റർ തുടങ്ങുന്നതാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ബാക്കിയൊക്കെ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റീഅറേഞ്ച്, വേർഡ്സ് എല്ലാം കറക്റ്റാണ്, പക്ഷേ ഒരേപോലെയല്ല, കറക്റ്റ് ഓർഡറിലല്ല കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിത് കറക്റ്റ് ഓർഡറിൽ ആക്കണം. രേണു നോട്ടി ഈസ് എ ഗേൾ. അങ്ങനെ പറയണ്ടേ? രേണു ഈസ് എ നോട്ടി ഗേൾ. അൺടൈഡി റൂം ഹെർ ഓൾവേസ് ഈസ്. ഹെർ റൂം ഓൾവേസ്, ഹെർ റൂം ഈസ് ഓൾവേസ് അൺടൈഡി. And mother her advises her clean to eat.
ഹെർ മദർ നമ്മൾ പറഞ്ഞു തന്നിരിക്കുന്നതിൽ ക്യാപിറ്റൽ എന്ന് വേണം സ്റ്റാർട്ടിങ് ചെയ്യാൻ. അപ്പോൾ ഹെർ മദർ അഡ്വൈസസ് ഹെർ ടു ക്ലീൻ ഇറ്റ്. നെവർ ലിസൺ ഷീ ഹെർ മദർ ടു. ഷീ എന്നുള്ളതാണ് ക്യാപിറ്റൽ എഴുതിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഷീയിൽ സ്റ്റാർട്ട് ചെയ്യണം. ഷീ നെവർ ലിസൺസ് ടു ഹെർ മദർ. കൈൻഡ് ഓഫ് വാട്ട് ചൈൽഡ് യു ആർ. വാട്ട് എന്നുള്ളതിന് ഡബ്ല്യു ആർ ക്യാപിറ്റൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ തുടങ്ങണം. അപ്പോൾ എന്താണ് വാട്ട് കൈൻഡ് ഓഫ് ചൈൽഡ് ആർ യു നോക്കാം. ഇനി അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യാൻ യു ടെൽ സം തിങ്സ് ദാറ്റ് ഗോ ടോപ്സി ടർവി അറ്റ് ഹോം ആൻഡ് ദെയർ ഈസ് ഡിസോർഡർ. ഇനി നിങ്ങൾ പറയുന്ന പോലെ ടോപ്സി ടർവി ലാൻഡിലും നിങ്ങളുടെ വീട്ടിലും ഏതൊക്കെ രീതിയിലുള്ള ഡിസോർഡേഴ്സ്, അതായത് ഓർഡർ ഇല്ലാത്ത കാര്യങ്ങളാണ്, അതൊക്കെ നമ്മൾ തനിയെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. തനിയെ എഴുതണം. അതെ, നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളത് എഴുതണം. Then write 5 things that you do at home to make your home look neat and clean. നിങ്ങളുടെ വീട് വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? I sweep the floor twice a day. ഒരു ദിവസം 2 പ്രാവശ്യം ഫ്ലോർ തൂക്കും. മോപ്പ് എവറി ഡേ, എല്ലാ ദിവസവും തറ തുടയ്ക്കും. I arrange the things in their suitable places to make the room tidy. സാധനങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എടുത്തു വെക്കും. പാത്രങ്ങളൊക്കെ കിച്ചണിലൊക്കെ പാത്രങ്ങളെല്ലാം വൃത്തിയാക്കി വെക്കും. ആൻഡ് പിന്നെന്താണ്, ഐ വാക്യൂം ദ എൻ്റയർ ഹൗസ് റെഗുലർലി ടു ഗെറ്റ് റിഡ് ഓഫ് ദ ഡസ്റ്റ്. അതായത് പൊടി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വാക്യൂം ചെയ്യും. അതായത് വാക്യൂം ക്ലീനർ വെച്ച് വൃത്തിയാക്കും. ലെറ്റ് us imagine a topsy turvy scene and describe it in the lines below. ഇനി ഒരു ടോപ്സി ടർവി സീന് നമുക്ക് പറയണേ, എങ്ങനെയൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് ഉള്ള കാര്യം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതാം. നമുക്ക് ഇഷ്ടമുള്ളതെന്നല്ല, ടോപ്സി ടർവി ലാൻഡിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതാമേ. അതായത് പീപ്പിൾ വാക്ക് ഓൺ ദെയർ ഹെഡ്, ദ ബസ്സസ് റൺ ഓൺ ദ സീ, they wear their hats on their feet, boats sail in the street, and the people pay for what they don't get. ഇതൊക്കെയാണ് നമ്മൾ ടോപ്സി ടർവി ലാൻഡിൽ നടക്കുന്നത്. നമുക്ക് എന്താ 2 സ്റ്റോറി എഴുതാനുണ്ട്. സ്റ്റോറി എഴുതാനുള്ളതിന് കുറേ ഇത് നിങ്ങൾക്ക് ഓർഡർ ഇല്ലാതെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഓർഡറിൽ ആ മാജിക് കേറ്റ് എന്നുള്ളത് പിന്നെന്താണ് ഒരെണ്ണം കൂടെ ഉണ്ട്, ഹൂ ഡിഡ് ദ ലയൺ ഈറ്റ് എന്നുള്ളത്. ഇതിന് രണ്ടിനും നമുക്ക് ഓർഡർ ഇല്ലാതെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. എല്ലാം കൂടെ മിക്സ് ചെയ്ത് തന്നേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താക്കുന്നു, 2 സ്റ്റോറിയായിട്ട് ആക്കുകയാണ്. ദ മാജിക് കൈറ്റ്. പുരൻ വാസ് ഫ്ലൈയിങ് ദ ബ്രാൻഡ് ന്യൂ കൈറ്റ് ഇൻ ദ പാർക്ക്. പാർക്കിൽ പുരാൻ എന്ത് ചെയ്തിരിക്കുമായിരുന്നു, കൈറ്റ് ഫ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. സഡൻലി ദ കൈറ്റ് ലിഫ്റ്റഡ് ഹിം ഓഫ് ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് ഹിം ഓവർ ദ ടോപ്പ് ട്രീ ടോപ്പ്. പെട്ടെന്ന് എന്താ ഈ കൈറ്റ് ഇവനെ എടുത്ത് ഉയർത്തിക്കൊണ്ട് എവിടെ ഇരുത്തി, ട്രീ ടോപ്പിൽ ഇരുത്തി. പുരൻ വാസ് ഫ്രൈറ്റൻഡ് ആൻഡ് എക്സൈറ്റഡ്. ഫൈനലി ദ കൈറ്റ് ബ്രോട്ട് ഹിം ബാക്ക് ടു ദ പാർക്ക്. പെട്ടെന്ന് പുരാൻ പേടിച്ചു പോയെങ്കിലും എന്ത് ചെയ്തു, ആ കൈറ്റ് തിരിച്ചവനെ കൊണ്ടുവന്ന് പാർക്കിൽ നിർത്തുകയും ചെയ്തു. ഇനി ഹൂ ഡിഡ് ദ ലയൺ ഈറ്റ്. ഇനി ആരെയാണ് നമ്മുടെ ലയൺ കഴിച്ചതെന്ന് നോക്കാം. അതൊരു സ്റ്റോറിയാണേ. അവർ ക്ലാസ് ഹാഡ് ഗോൺ ടു ദ സൂയിൽ ഞങ്ങളുടെ ക്ലാസ് എല്ലാവരും കൂടെ പോയേ. വി സോ എ ഷൂ ഇൻ ദ ലയൺസ് കേജ്. ലയണിൻ്റെ കേജിൽ ഒരു ഷൂ കിടക്കുന്ന കണ്ടു. വി തോട്ട് ദ ലയൺ ഹാഡ് ഈറ്റൻ സമ്മൺ. ഞങ്ങൾ എന്ത് വിചാരിച്ചു, ആരെയോ അത് തിന്നിട്ട് ഷൂ അവിടെ ഇട്ടിരുന്നതാണ്. സം ചിൽഡ്രൻ സ്റ്റുഡ് ആൻഡ് സ്ക്രീംഡ്. ചില കുട്ടികളൊക്കെ അവിടെ നിന്ന് കരയാൻ തുടങ്ങി. ആൻഡ് സം റാൻ ടു ദ ഡയറക്ടർ ഓഫ് ദ സൂ. ചിലർ എന്ത് ചെയ്തു, സൂവിൻ്റെ ഡയറക്ടറിൻ്റെ അടുത്തേക്ക് പോയി. ദ ലയൺ ഹാഡ് നോട്ട് ഈറ്റൻ എനിവൺ ബിക്കോസ് ദ ഷൂ വാസ് വൺ ഓഫ് ദ ലയൺസ് ടോയ്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായേ അത് ലയണിൻ്റെ ഒരു കളിപ്പാട്ടമായിരുന്നു ആ ഷൂ എന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ലെസൺ. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.